Good morning all. So today we are going to learn about a new gland, that is pancreas. The pancreas, it is a composite gland which acts as both exocrine and endocrine glands. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചായിരുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, adrenal gland, ഇതെല്ലാം endocrine gland ആണ്. This one is have both function of both exocrine and endocrine gland. So the endocrine portion of this pancreas, it consists of a type of cells called islets of Langerhans. Pancreas in രണ്ട് function ഉണ്ട്. It acts as both exocrine gland and endocrine gland. So the endocrine pancreas consists of islets of Langerhans, and these are about 1 to 2 million islets of Langerhans in a normal human pancreas. ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ പാൻക്രിയാസിൽ 1 to 2 million islets of Langerhans ഉണ്ട്, and it is representing only 1 to 2% of the pancreatic tissue. And mainly the two main type of cells in islets of Langerhans are alpha cells and beta cells. അപ്പോൾ ഈ islets of Langerhans എന്ന് പറയുന്ന ആ മെയിൻ ടൈപ്പ് സെൽസിൽ രണ്ട് ടൈപ്പ് സെൽസ് വരുന്നുണ്ട്, ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. ആൽഫ സെൽസ് ഇറ്റ് സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് ഗ്ലൂക്കഗോൺ, ആൻഡ് ബീറ്റ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. അപ്പോൾ ബീറ്റ സെൽസ് ആണ് ഇവിടെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെൽസ് സെക്രീറ്റ് ദ ഹോർമോൺ ഗ്ലൂക്കഗോൺ. അപ്പോൾ islets of Langerhanസിലെ ആൽഫ സെൽസ് ആണ് രണ്ട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ, ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. Now about glucagon. Glucagon, it is a peptide hormone and it plays an important role in maintaining normal blood glucose level. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ ഹോർമോൺ വിച്ച് ഈസ് പെപ്റ്റൈഡ് ഇൻ നേച്ചർ, പ്രോട്ടീൻ ഇൻ നേച്ചർ, ആൻഡ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ. ഹൗ? ദ ഗ്ലൂക്കഗോൺ മെയിൻലി ആക്ട്സ് ഓൺ ദ ലിവർ സെൽസ്. അപ്പോൾ ഈ ഗ്ലൂക്കഗോണിന്റെ മെയിൻ ആക്ഷൻ വരുന്നത് ലിവർ സെൽസിലാണ്. ദേ ആർ ഓൾസോ നോൺ ആസ് ഹെപ്പറ്റോസൈറ്റ്സ്. And this liver cells action, it stimulate glycogenolysis. എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ, ഗ്ലൈക്കോജൻ ലൈസിസ്, അതാണ് ജോയിന്റ് ചെയ്തൊരു ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. ലിവർ ആണ് മെയിൻ സ്റ്റോറേജ് ഓഫ് ഗ്ലൈക്കോജൻ. നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്ത കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വഴി ഫോം ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറി ഗ്ലൈക്കോജൻ ലിവറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺ ഗ്ലൂക്കഗോൺ നമ്മുടെ ബോഡിക്ക് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കഗോൺ നേരെ ലിവറിൽ പോയി അവിടെയുള്ള ഗ്ലൈക്കോജൻ ബ്രേക്ക് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ബ്രേക്കിംഗ് ഓഫ് ദിസ് ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ, ദിസ് മേ റിസൾട്ട് ഇൻ ഇൻക്രീസിങ് ബ്ലഡ് ഷുഗർ ലെവൽ. അങ്ങനെയാണ് ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ബ്ലഡിന്റെ ഷുഗർ ലെവൽ കുറയുമ്പോഴാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. So as a result of the glycogenolysis, it may result in increased blood sugar. അതിനാണ് പറയുന്നത് hyperglycemia. In addition, this hormone stimulates the process of gluconeogenesis. അപ്പോൾ this hormone also helps in the process of gluconeogenesis. Gluconeogenesis എന്ന് പറയുന്നതും breaking of glycogen. Okay. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് ദിസ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ഹൈപ്പർഗ്ലൈസീമിയ, അതായത് ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ഈസ് ഇറ്റ് റെഡ്യൂസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. അപ്പോൾ സെൽസിലുള്ള ഗ്ലൂക്കോസിന്റെ അപ്ടേക്കും യൂട്ടിലൈസേഷനും റെഡ്യൂസ് ചെയ്യും. പകരം സെല്ലിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാണ് ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് hyperglycemic hormone. Glucagon is a
hyperglycemic hormone because it helps in increasing blood sugar level. Next is about insulin. Insulin, it is also a peptide hormone. It plays a major role in glucose homeostasis. This is also have important mechanism in maintaining blood glucose level. Actually, this insulin mainly acts on both hepatocytes and adipocytes. അപ്പോൾ ഈ ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ലിവർ സെൽസിലുണ്ട്. അതാണ് ലിവർ സെൽസ് ആണ് ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്. അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത് സെൽസ് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ആണ് അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ മെയിൻലി ഓൺ ദിസ് ഫാറ്റ് സ്റ്റോറിംഗ് സെൽസ് ആൻഡ് ലിവർ ആൻഡ് ഇറ്റ് എൻഹാൻസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. എന്നിട്ട് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഗ്ലൂക്കഗോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഇൻസുലിൻ. So as a result there is a rapid movement of glucose from the blood. അപ്പോൾ ഈ ഗ്ലൂക്കോസ് അപ്ടേക്കും യൂട്ടിലൈസേഷൻ വഴി ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂള് ഇതിൻ്റെ റാപ്പിഡ് മൂവ്മെന്റ് ഉണ്ടാവും. എന്നിട്ട് നേരെ അത് പോകുന്നത് ഹെപ്പറ്റോസൈറ്റ്സ് ലിവറിലേക്കാണ് പോകുന്നത്. ലിവറിലേക്കും ഫാറ്റ് സെൽസിലേക്കുമാണ് ഈ ഗ്ലൂക്കോസ് മൂവ് ചെയ്യുന്നത് ഫ്രം ദ ബ്ലഡ് ടു ലിവർ ആൻഡ് ഫാറ്റ് ടിഷ്യൂ. അപ്പോൾ ലിവറിൽ ഹെപ്പറ്റോസൈറ്റ്സിൽ സ്റ്റോർ ചെയ്യും ഗ്ലൂക്കോസ്. ഫാറ്റ് സെൽസിൽ അഡിപ്പോസൈറ്റ്സിലും ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് ഗ്ലൈക്കോജനായി മാറും. ആൻഡ് ദിസ് മേ കോസസ് ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കും. അതാണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് റെഡ്യൂസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഹോർമോണിൻ്റെ വേറൊരു പേരാണ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ബിക്കോസ് ഇറ്റ് കോസ് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കും. ഇപ്പോൾ ഗ്ലൂക്കഗോൺ നേരത്തെ പറഞ്ഞ ഹോർമോണിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഗ്ലൂക്കഗോൺ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടും. ഇൻസുലിൻ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കും. ആൻഡ് ഇറ്റ് മേ causes the rapid movement of glucose to both hepatocytes and adipocytes. Insulin also stimulates the conversion of glucogen to glycogen. Okay, അപ്പോൾ ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വഴി അത് ലിവറിലെത്തിക്കഴിയുമ്പോൾ ഈ ലിവറിലെത്തിയിട്ട് ഈ ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ്. എന്നിട്ട് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ദ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ഇൻ ദ ബ്ലഡ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ജോയിന്റ്ലി ബൈ. അപ്പോൾ ബ്ലഡിന്റെ അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദിസ് ടു ഹോർമോൺസ് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ബോത്ത് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ. അതായത് അതായത് ബ്ലഡിൽ ഒരുപാട് കാലം ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ്ഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ദിസ് മേ ലീഡ്സ് ടു എ കോംപ്ലക്സ് ഡിസോർഡർ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മൾ മലയാളത്തിൽ പറയില്ല പ്രമേഹം. ഇതാണ് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ എപ്പോഴും കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ആൻഡ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ. അപ്പോൾ ബ്ലഡിൽ ഒരുപാട് കാലം ഗ്ലൂക്കോസ് നിൽക്കുമ്പോൾ there is a chance of losing the glucose through urine. യൂറിൻ വഴി ഗ്ലൂക്കോസോ അങ്ങനെയുള്ളതൊന്നും പോവാറില്ല. ബട്ട് ഇൻ ദിസ് ഡിസോർഡറിൽ ഈ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിൽ it is associated with loss of glucose through urine and also formation of harmful compounds known as ketone bodies. Ketone bodiesum glucose urine വഴി പുറത്തോട്ട് പോകും. Now these diabetes patients are successfully treated with insulin therapy. അപ്പോൾ ഡയബറ്റിസ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് യൂസിങ് insulin therapy. Insulin which reduces the blood glucose level. So that's all about pancreas. It secretes mainly two types of hormones. Two types of hormones. It has both exocrine and endocrine function. അപ്പോൾ exocrine ഫംഗ്ഷനിലാണ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. എൻഡോക്രൈൻ ഫംഗ്ഷനിലാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഫംഗ്ഷനിൽ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആർ പ്രസന്റ് which produces both alpha cell and beta cell.
Okay. Next we want to learn about another important organ, that is testis. Actually the testis is the male reproductive organ, and the male possesses a pair of testes. A pair of testes is present in the scrotal sac. So these are the testes which are seen in pair, and they are present within the scrotum. And this portion is scrotum sac in the testis വരുന്നത്, which is present outside the abdomen. Abdomen പുറത്തോട്ടാണ് കാണുന്നത് within the male individuals. What are the functions of testis? It has two functions. Testis is a primary sex organ and it is an endocrine gland. അപ്പോൾ ടെസ്റ്റിസിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, the primary sex organ is testis and it is also an endocrine gland. Testis, it composed of seminiferous tubules. ഇനി ടെസ്റ്റിസിന്റെ section ചെയ്ത് നോക്കിയാൽ there are several different types of tubules are present inside the testis, and it is called what? Seminiferous tubules. So in this picture we can see the inside portion of testis consists of seminiferous tubules and stromal or interstitial tissue. These are present inside the testis. And there are another type of cells called Leydig cells or interstitial cells. And these Leydig cells and interstitial cells are present in the intertubular spaces, producing a group of hormones. അപ്പോൾ ഈ seminiferous tubulesന്റെ ഇടയിൽ കുറച്ച് സ്പേസ് വരുന്നുണ്ട്, and there are certain type of cells called Leydig cells or what? Interstitial cells. അപ്പോൾ this Leydig cells ആണ്, it produces a group of hormones called androgens, mainly testosterone. അപ്പോൾ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിന്റെ അകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അടുത്ത് വരുന്ന ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ലേഡിഗിൽ നിന്നാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ആൻഡ്രോജൻസ് ഓർ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ. Androgen, they regulate the development, maturation and function of the male accessory sex organs like epididymis, vas deferens, seminal vesicles, prostate gland, urethra, etc. അപ്പോൾ ഈ ആൻഡ്രോജൻസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൽസിൽ ഹെൽപ്സ് ഇൻ ദർ ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ആൻഡ് ഓൾസോ ഫംഗ്ഷൻ ഓഫ് മെയിൽ ആക്സസറി സെക്സ് ഓർഗൻസ് ലൈക്ക് വേറെ സെക്സ് ഓർഗൻസ് വരുന്നുണ്ട്, ദാറ്റ് ഈസ് എപ്പിഡിഡിമസ്, വാസ് ഡിഫറൻസ്, സെമൈനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, യൂറത്ര. ഇതിന്റെ എല്ലാം ഡെവലപ്മെന്റിന് ആൻഡ്രോജൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് ദ ഡെവലപ്മെന്റ്. ആൻഡ് ദീസ് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് മസ്കുലാർ ഗ്രോത്ത് ഇൻ മെയിൽ, growth of facial and axillary hair, aggressiveness, low pitch of voice, etc. അപ്പോൾ മെയിൽസിൽ ഈ ഡെവലപ്മെന്റ്സിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഹോർമോൺ ആൻഡ്രോജൻ ആണ്. Androgen plays a major stimulatory role in the process of spermatogenesis, means formation of sperms. Sperms in the production, it may play a stimulatory role. Then androgens acts on central nervous system and influence male sexual behavior. These hormones are responsible for the male sexual behavior. And also these hormones produces anabolic effects on protein and carbohydrate metabolism. അപ്പോൾ ബോഡിയിൽ നടക്കുന്ന പ്രോട്ടീൻ മെറ്റബോളിസത്തിലും കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലും അനാബോളിക് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ദിസ് ഹോർമോൺസ്. അനാബോളിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ആൻഡ്രോജൻസിന്, അനാബോളിക് ഇഫക്ട്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹോർമോൺ ടെസ്റ്റിസ്. So this testis acts as primary male sex organ as well as an endocrine gland, and it produces the hormone called testosterone or androgen. And these are the functions of androgen. So in the next class we can discuss female reproductive organ or ovary, which is an endocrine gland too. Thank you all.